സമാന്തര ശ്രേണി അഥവാ അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ AP. സമാന്തര ശ്രേണി എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിച്ചിരിക്കേണ്ട കുറച്ച് സൂത്രവാക്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. സമാന്തര ശ്രേണി എന്ന ടോപ്പിക്കിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ചില ഫോർമുലകൾ. നമ്മൾ ആദ്യം ആ സൂത്രവാക്യത്തിലത്തെ അക്ഷരങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. അക്ഷരങ്ങൾ T1 അല്ലെങ്കിൽ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആദ്യപദം. T1 അല്ലെങ്കിൽ A എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ആദ്യപദം. T2 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം രണ്ടാം പദം. T2 സെക്കൻഡ് ടേം രണ്ടാം പദം. D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. D എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അല്ലെങ്കിൽ പൊതുവ്യത്യാസം. N എന്ന അക്ഷരം നമ്പർ ഓഫ് ടേംസിനെ സൂചിപ്പിക്കുന്നു. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് അല്ലെങ്കിൽ പദങ്ങളുടെ എണ്ണം. Tn എന്ന് പറയുന്നത് nth ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം, അതായത് n-ാം പദം അല്ലെങ്കിൽ അവസാന പദം. Tn എന്ന് പറയുന്നത് nth ടേം അല്ലെങ്കിൽ ലാസ്റ്റ് ടേം, n-ാം പദം, അവസാന പദം എന്നാണ് ഈ അക്ഷരങ്ങളൊക്കെ ഇതിനെ കുറിക്കുന്നു. ഇനി നമുക്ക് സൂത്രവാക്യങ്ങൾ നോക്കാം. D = T2 - T1, അതായത് പൊതുവ്യത്യാസം കാണാൻ രണ്ടാം പദത്തിൽ നിന്ന് ആദ്യ പദം കുറച്ചാൽ മതി. അടുത്ത സൂത്രവാക്യം ABC എന്നിവ AP-യിലെ തുടർച്ചയായ പദങ്ങളായാൽ, ABC ഇവ AP-യിൽ തുടർച്ചയായ പദങ്ങളായാൽ സൂത്രവാക്യം B = A+C/2. അതായത് ഈ മൂന്ന് പദങ്ങൾ നമുക്ക് തുടർച്ചയായ മൂന്ന് പദങ്ങൾ തന്നാൽ മധ്യപദം കാണാൻ എന്ത് ചെയ്താൽ മതി? രണ്ടറ്റത്തെയും പദങ്ങൾ കൂട്ടിയിട്ട് പകുതി എടുത്താൽ മതി. അടുത്ത സൂത്രവാക്യം Tn = A+n - 1 × D, n = Tn - T1/D+1, S = n/2 × T1 + Tn. ഈ എസ് കാണാൻ നമുക്ക് ഒരു സൂത്രവാക്യം കൂടി ഉപയോഗിക്കാം കേട്ടോ. n/2 × T1 + Tn എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞ സൂത്രവാക്യം. എസ് കാണാൻ n/2 × 2a + n - 1 × D എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. ഇതിൽ എസ് എന്നത് സം അല്ലെങ്കിൽ തുക. എസ് എന്നത് സം അല്ലെങ്കിൽ തുക. അടുത്തത് നമ്മൾ നോക്കുന്നത് സമഗുണിത ശ്രേണി അല്ലെങ്കിൽ ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ GP. സമഗുണിത ശ്രേണി ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ GP. ഇതിൽ അക്ഷരങ്ങൾ R എന്ന് പറഞ്ഞാൽ കോമൺ റേഷ്യോ അല്ലെങ്കിൽ പൊതുഗുണകം എന്ന് പറയും. R എന്നത് മറ്റേതിൽ D പറയുമല്ലോ പൊതുവ്യത്യാസം, അതുപോലെ ഇതിൽ R എന്നത് കോമൺ റേഷ്യോ അല്ലെങ്കിൽ പൊതുഗുണകം. ഈ R കാണാനുള്ള സൂത്രവാക്യം T2/T1. R കാണാൻ നമ്മൾ T2-നെ T1 കൊണ്ട് ഹരിച്ചാൽ മതി. അടുത്ത സൂത്രവാക്യം Tn = A × ആഘാതം n - 1. n-ാം പദം കാണാനുള്ള സൂത്രവാക്യമാണിത്. Tn = A × ആഘാതം n - 1. പിന്നെ ABC ഇവ GP-യിലെ തുടർച്ചയായ പദങ്ങൾ ആയാൽ, ABC ഇത് മൂന്നെണ്ണം GP-യിലെ തുടർച്ചയായ 3 പദങ്ങളാണെന്നിരിക്കട്ടെ. നമുക്ക് B = √AC, അതായത് തുടർച്ചയായ 3 പദങ്ങൾ തന്നാൽ മധ്യപദം കാണാൻ എന്ത് ചെയ്താൽ മതി? B = √AC. രണ്ടറ്റത്തെ പദങ്ങൾ ഗുണിച്ചിട്ട് അതിൻ്റെ റൂട്ട് കണ്ടാൽ മതി.